നാസ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിന്റെയും ബുച്ച് വിൻമോറിന്റെയും രക്ഷാദൗത്യം മറ്റൊരു പ്രതിസന്ധിയിൽ. റെസ്ക്യൂ ലോഞ്ചിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് 2025 മാർച്ചിനു ശേഷം മാത്രമേ ഇവരുടെ മടങ്ങിവരവ് സാധ്യമാവുകയുള്ളൂ. ഇന്ത്യൻ വംശജരായ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും വഹിച്ചുകൊണ്ട് നാസയുടെ ബോയിംഗ് സ്റ്റാർലൈനർ ജൂൺ 5-നാണ് ഫ്ലോറിഡയിലെ കേപ്പ് കനാവറൽ ബഹിരാകാശ സേനാ നിലയത്തിൽ നിന്ന് ഉയർന്നത്. ജൂൺ 7-ന് ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. 8 ദിവസം ഇവിടെ ചെലവിട്ട് ജൂൺ 13 തന്നെ മടങ്ങാനായിരുന്നു പദ്ധതി. എന്നാൽ പേടകത്തിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇരുവർക്കും അതേ പേടകത്തിൽ ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങാനായില്ല. 6 മാസം കഴിയുമ്പോഴും ഇരുവരും ബഹിരാകാശ നിലയത്തിൽ തുടരുകയാണ്. ദീർഘകാലം ബഹിരാകാശത്തു കഴിഞ്ഞാൽ ഇരുവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന ആശങ്ക ചെറുതല്ല. നേരത്തെ ബഹിരാകാശ നിലയത്തിൽ സുനിത ലെറ്റ്യൂസ് ചെടി വളർത്തുന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ഭൂഗുരുത്വം കുറഞ്ഞ അവസ്ഥയിൽ വെള്ളത്തിന്റെ അളവ് എത്രത്തോളം സസ്യങ്ങളെ സ്വാധീനിക്കുന്നു എന്നറിയാനുള്ള പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ചെടി വളർത്തൽ. ഏറ്റവും അവസാനമായി സാന്താ തൊപ്പി ധരിച്ച സുനിതയുടെയും മറ്റൊരു ബഹിരാകാശ യാത്രികനായ ഡോൺ പെന്റിന്റെയും ചിത്രം നാസ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്.